ദൈവമേ, എന്റെ സച്ചിയേട്ടൻ. എന്താടോ? എന്താ എന്തു പറ്റി? മോളെന്തിനാ അലറി വിളിച്ചേ? എന്താടോ, താൻ ഓക്കെ അല്ലേ? ഞാനൊരു സ്വപ്നം കണ്ടതാ. താൻ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സ്വപ്നത്തിൽ നീ ഏതോ പേര് വിളിച്ച് ബഹളം വെക്കുന്ന പോലെയാണല്ലോ ഞാൻ കേട്ടത്. എന്തിനാ മോളെ നീ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്? മോളുടെ കൂടെ ഞാൻ കിടന്നോളാം. നീ ഗോകുലിന്റെ മുറിയിൽ പോയി കിടക്ക്. നിന്റെ ഈ പേടിയൊക്കെ മാറും. ആ, അമ്മ പറഞ്ഞത് ശരിയാ. ഇന്നു മുതലേ നീ ഈ മുറിയിലുള്ള കിടപ്പ് അവസാനിപ്പിക്കണം. ഭാര്യയും ഭർത്താവും ആയാലേ ഒരുമിച്ച് കിടന്നുറങ്ങണം. ആ, നീ ഈ മുറിയിലും ഇവൻ അവിടെയും കിടന്ന് എത്ര നാൾ ഇങ്ങനെ ഉറങ്ങും? നിങ്ങൾ ഒരുമിച്ച് നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ദമ്പതി പൂജയ്ക്കും മറ്റും പോയത്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ടായി കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒറ്റയ്ക്ക് കിടക്കുമ്പോ പേടിച്ച് നിലവിളിക്കുകയും ചെയ്യും. എടി, മതി മതി മതി, നിങ്ങളൊന്ന് പോയേ. ചെല്ല്, സമൃദ്ധ ഉറങ്ങട്ടെ. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങണ്ടേ? എന്റെ അമ്മ ഇപ്പോഴാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അമ്മ ഇറങ്ങിക്കേ. ഡേ, അമ്മയും കൊണ്ട് പോയേ. ഇറങ്ങ. താൻ വാതിലടിച്ച് കിടന്നു. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. പേടിക്കണ്ടോ, തൊട്ടടുത്ത മുറി ഞാനുണ്ടല്ലോ. ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.